25-ാം അധ്യായത്തിൽ രക്ഷകനായ തമ്പുരാൻ കർത്താവ് തന്റെ ശിഷ്യഗണത്തിന് പറഞ്ഞു നൽകിയ ഒരു ഉപമ. വിശ്വാസികളായ നാം പല പ്രാവശ്യം ശ്രവിച്ച് തഴമ്പിച്ച് ധ്യാനിച്ച് സാംശീകരിച്ച ഈ ഉപമയുടെ അന്തസത്ത മുംബൈ കാർഗരംസിയും എംസിവൈയും ഒരു തെരുവ് നാടകമായി ETRA കൺവെൻഷന്റെ ഈതത്തിൽ സഹൃദയം സമർപ്പിക്കുന്നു. ഈ ഉപമ എന്താണെന്നല്ലേ അതിവിടെ അനാവൃതമാകും. ജനമൊരുങ്ങി ആണൊരുങ്ങി അരങ്ങൊരുങ്ങി വേദിയിൽ ജനമൊരുങ്ങി വീതികളും ആ നടപ്പാതകളും കാണുന്നില്ലേ? ജീവിതത്തിന്റെ താഴ്പാടുകളും അർത്ഥവും മാനവും തേടി ഊടും പാവം തിരിയുന്ന ഒരു പിടി മനുഷ്യരെ കാണുന്നില്ലേ? ആളും അരങ്ങും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വിഷമനസ്സുകൾക്ക് ആരോട് ചേർത്ത് തലോടുവാൻ അശ്വര ജീവിതയാത്രയിൽ രക്ഷാകര മാർഗമോതുന്ന ഒരു കഥാബിന്ദു ഇവിടെ അനാവൃതമാകുന്നു. ഒരു തെരുവ് നാടകം 2000 വർഷങ്ങൾക്ക് ഇതിലേക്കൊന്ന് കടന്നു വന്നാലും പിന്നിലേക്ക് പോകാം. യൂദയായുടെയും ഗലീലയുടെയും ശാന്തസുന്ദരമായ വഴിയോരങ്ങളിൽ കാലകാല പരിമിതികൾക്ക് അതീതനായ സാക്ഷാൽ രക്ഷകൻ ഒരു പിടി മനുഷ്യ മനസ്സുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ ഇരുവായിൽ നിന്ന് ഉരുവിട്ട ഉപമ വീതിയിൽ അവതാരകരായ ഞങ്ങളും പേരിലെ പ്രേക്ഷകരായ നിങ്ങളും നമ്മളും ചേർന്ന് ഇന്നിന്റെ പശ്ചാത്തലത്തിൽ തെരുവേദിയിൽ ഒരു പുതുജീവിത സ്പർശം നൽകി അനാവൃതമാക്കുന്നു. കാലത്തിന്റെ കഥ പാടിടാം ഞങ്ങൾ കൊട്ടി തകിലു കൊട്ടി പാടിടാം ഞങ്ങൾ ഈണത്തിൽ ചുവടു വെച്ചു പാടിയാടി വരുന്ന നേരം കാലത്തിൻ കഥ ചൊല്ലി പാടിടാം ഞങ്ങൾ തപ്പു കൊട്ടി തകിലു കൊട്ടി പാടിടാം ഞങ്ങൾ ഈണത്തിൽ ചുവടു വെച്ചു പാടിയാടി വരുന്ന നേരം എങ്കിൽ നമുക്ക് തുടങ്ങാം. അങ്ങ് കുതിക്കുന്ന കതിരവന്റെ ഈരണം മുക്കുന്ന മലകളെ പശ്ചിമത്തിന്റെ പാതുകമാം സാഗരത്തിന്റെ തീരകളെ നാലു ദിക്കിന്റെ പാലകളെ കാലം നിൻ കഥ തുടങ്ങട്ടെ. കൂട്ടരെ, അങ്ങനെ ഇരിക്കുന്നൊരവസരം സന്ദർഭത്തിൽ എന്ത് സാരം? ഒരു വലിയ പ്രശ്നം സംജാതമായി. പ്രശ്നം എന്താണെന്നല്ലേ? കഥാപുരുഷൻ രാജാവാകാൻ പോകുന്നു. ഇതിൽ എന്ത് പ്രശ്നമിരിക്കുന്നു? പ്രശ്നം അതല്ല, പിന്നെ വിശ്വസ്തരായ 3 പേർക്ക് ജോലി പോകും. തൊഴിലില്ലായ്മ പ്രശ്നം. കഥാപുരുഷന് വെറും ഒരു യജമാനം മാത്രമല്ല, പോയാലും രാജനായി വന്നാലും യജമാനൻ നമ്മുടേത്. ഉള്ളതോടൊന്നും നാട്ടാരെ സ്നേഹിക്കും നമ്മുടെ നല്ല രാജൻ. ഇന്നിതാ വന്നിതാ നമ്മുടെ നന്മയ്ക്ക് നമ്മുടെ മുന്നിലേക്ക്. കാലന്തം സമ്പത്ത് ആശ്രിതരായുള്ള മൂവർക്കു നൽകിയിടുമേ. എഴുന്നള്ളത്തായി ഞാനൊരു ദൂരയാത്ര പോകുന്നു. ഒരു നാൾ മടങ്ങി വരും. നിങ്ങളുടെ വളർച്ചയ്ക്കായി ഈ 5
ഈ രണ്ടും ഈ ഒന്നിത്താളുകൾ തഞ്ചത്തിൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. മടങ്ങി വരുമ്പോൾ ഇതിന് കണക്ക് തരണം. തന്തീനം തന്തീനം താനം ദീനം തന്തീനം തന്തീനം താനം ദീനം. എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും? മൂന്നുതലയ്ക്കും തീ പിടിച്ചു. എന്തു ചെയ്യും നമ്മൾ എന്തു ചെയ്യും? മൂന്നുതലയ്ക്കും തീ പിടിച്ച്. പാപം സേവകരിത യജമാന വാക്യം ശിരസ വഹിച്ച് ആരംഭിക്കുകയായി. ഞാനൊരു വ്യവസായം തുടങ്ങും. അതിനുള്ളിൽ ഒരു മൈനിങ്ങും ചേർക്കും. ഞാനൊരു വൻകിട കൃഷി തുടങ്ങും. ചെറുകിടക്കാരെ കൈക്കുള്ളിലാക്കും. താലന്തുകൾ വളർത്തി വളർത്തി വലിയ സാമ്രാജ്യങ്ങൾ വെട്ടിപിടിക്കും. പണം കൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ഭരണ സംവിധാനത്തെ മുഷ്ടിക്കുള്ളിൽ ഒതുക്കും. നീ ഒന്നും പറഞ്ഞില്ല, എന്നാ ചെയ്യുക? ഞാൻ നീ ഒന്നും ചെയ്യില്ല. പിന്നെ നിങ്ങളുടെ തൊഴിലിന് ഞാൻ നോക്കുകൂലി വാങ്ങിക്കും. എന്നിട്ട് കോട്ട പോലൊരു മതില് ഞാൻ കെട്ടും. അതിൽ ഈച്ച പോലും കയറാത്തൊരു വീട് ഞാൻ പണിയും. കിട്ടിയ പണം ഞാൻ പെട്ടിയിൽ കൂട്ടും. ഇവിടുന്ന് അങ്ങോട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടോ നോ എൻട്രി. രൂപവും ഭാവവും മാറി. മൂവരം താലന്തുമായി അധ്വാനം തുടങ്ങി. അങ്ങിത അഴിമതിയിലാണ് വ്യവസായം. എവിടെയോ ചൂഷണത്തിലൂടെ പാവങ്ങളെ പിടിഞ്ഞ ഒരു കൃഷി രാജാവ് പിറക്കുന്നു. ഒരു പണിയും ചെയ്യാതെ വേറൊരു താലന്തുകൾക്കിട്ട പല രൂപഭേദം വരുന്നു. ഈ സാമൂഹ്യ പശ്ചാത്തലത്തിൽ യജമാനിക രാജാവായി ഞാൻ തന്നെ താരത്തില്ലേ? അതിന്റെ കണക്ക് പറയൂ. അങ്ങനെ ഒരു 5 താലന്ത് ഞാൻ ഇരട്ടിയാക്കി. ഒറ്റ വ്യവസായ സാമ്രാജ്യം കണ്ടില്ലേ? എനിക്ക് ലഭിച്ച 2 താലന്ത് 4 കൃഷി സാമ്രാജ്യമായി വികസിപ്പിച്ചു. നിങ്ങൾ നന്നായി ചെയ്തിരിക്കുന്നു. ഞാൻ സന്തോഷത്തിലായിരിക്കുന്നു. വിശ്വസ്തരായി നിങ്ങൾ എന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. നീ എന്നാ മാറി നിൽക്കുന്നത്? നീ പണി ചെയ്തു. വിധിക്കാത്തത് കൊയ്യുകയും വിചരാത്തത് ശേഖരിക്കുകയും ചെയ്യുന്ന ശക്തനായ ഞാൻ ഭയന്നു. താലന്ത് ഞാൻ തഞ്ചമായി കുഴിച്ചിട്ടു. എടുത്തുകൊണ്ടാലും ആ ഒരു താലന്ത് നിന്നിൽ നിന്നും എടുത്ത് ഉള്ളവരെ നൽകും. പുറത്ത് വിലാസവും പല്ലുകടിയുമുള്ള അന്ധകാരത്തിലേക്ക് നിന്നെ തള്ളികളയും. യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചവർ വീണ്ടും ജീവിതം തുടങ്ങുന്നു. ഇവയെല്ലാം പറഞ്ഞിട്ട് പെരുന്നാളിനായി പേരുള്ള പത്രത്തിൽ പണമുള്ള പരസ്യം. പേരും പേരുമേയും പട്ടക്കാരങ്ങോ വരെയങ്ങോ നീണ്ടുപോയി. സ്ഥാനങ്ങൾ മാനങ്ങൾ ഒന്നിച്ചു കിട്ടി. രണ്ടുപേരും പേരും നേതാക്കളായി. കൂട്ടരെ, സമ്പുരാച്ചെന്ന താലന്തിന്റെ സത്ത ഇതാണോ? അർത്ഥവും മാനവും മാറിയില്ലേ? ആ, മാറി. എല്ലാം മാറിയിരിക്കുന്നു. ഉപമയോട് നീതി പുലർത്തേണ്ടേ? വേണം, നീതി വേണം. അപ്പോൾ ഈ കഥ ആവിഷ്കരണം ചെയ്യണം. എങ്കിൽ പിന്നിലേക്കൊന്ന് പോകണ്ടേ? വേണം, പിന്നിലേക്ക് പോകണം. ചുവടുകൾ ഒന്ന് മാറ്റിച്ചവിട്ടേണ്ടേ? ചവിട്ടണം, മാറ്റിച്ചവിട്ടണം. ജഗദീശ്വര, സർവേശ്വര, ഭൂപാലക, ഞങ്ങളിതാ ഭൂലാത്തന്റെയും കഥയുടെ യഥാർത്ഥം ക്രിസ്തീയ ചേതന ഉൾക്കൊള്ളുന്ന ഒരു പുനരവതരണം വീണ്ടും നിങ്ങൾക്കായി തെരുവിൽ ഒരുങ്ങുന്നു. തമ്പുരാന്റെ കാലത്ത് സമ്പത്തല്ല, സ്നേഹമുള്ള ഹൃദയവും അതിലുള്ള അമൂല്യ നന്മകളുമാണ്. സാമൂഹിക നീതിക്കായി അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വാതന്ത്ര്യത്തിനായി സമൂഹത്തിന്റെ നന്മയ്ക്കും നീതിക്കും സത്യത്തിനും സേവനത്തിനും ഇവിടെ ഒരു പിടി മനുഷ്യസ്നേഹികൾ സജീവമാകുന്നു. അവിടെ നോക്കൂ, ഈ തെരുവിൽ വേദനിക്കുന്ന അതിഥിയെ താങ്ങിയെടുക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കളെ മാറോടടിച്ചു പാലിക്കുന്നു. മയക്കുമരുന്നിനും മാസസ്ത്രീകൾക്കും അടിമയായവനെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. നീതി നിഷേധിക്കപ്പെട്ടവന് നീതി നൽകപ്പെടുന്നു. ദൈവം തന്റെ നന്മകൾ താലന്തായി മാറുന്ന നിമിഷങ്ങൾ, എല്ലാവരും ഒന്നാകുന്ന നന്മയുടെ നാളുകൾ. താലന്തുകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ കുലയ്ക്കുകയോ ഭരിക്കുകയോ ചെയ്യുന്നില്ല. ഒന്നും താലന്ത് ചേർന്നപ്പോൾ കാലം അനേക താലന്തുകൾ ചേർന്നപ്പോൾ വലിയ ഒരു താലന്ത്
ജീവസ്നേഹവും മനുഷ്യ സ്നേഹവും അലങ്കായി സമന്വയിക്കുന്നു. ഇതാണ് താലത്തിന്റെ സ്ഥാനം. അലങ്കുകൾ ഇങ്ങനെ വളരട്ടെ. സ്വർഗീയ ദൂതിൽ ആത്മാവുണർന്നു എന്നിലും നിന്നിലും ശ്രീയേശുരൂപം മണ്ണിലും വെണ്ണിലും പാദമെന്നു നിപ്പാരിടത്തിൽ വിസ്തൃതം വിസ്മയം മുട്ടുമുട്ടുന്നിയ പ്രാർത്ഥനയ്ക്കു രക്ഷക വന്ദനം വന്ദനം വന്ദനം. Now for the last and final events of the day, of the night, sorry.